الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام وكلوا منها وأطعموا البائس الفقير ബഹുമാന്യ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ സൃഷ്ടാവായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും അവനെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് നല്ലവരായി ജീവിച്ച് മരിച്ചു പോകാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ റബ്ബ് അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം മനസ്സിലാക്കി വന്നിട്ടുള്ളത്. 2 ആഴ്ചകളിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഓരോ ഇത്തരം അവസരങ്ങളും അതുപോലെ തന്നെ സന്ദർഭങ്ങളും ഉണ്ടാകുമ്പോൾ ഖുതുബ അത്തരത്തിലാകണമെന്ന നിർദ്ദേശവും നമുക്ക് കാണാം. ഞാൻ ഓതി വെച്ച ആയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഓതിയ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി എന്ന് തുടങ്ങിയ ആയത്തിൻ്റെ തൊട്ട് ശേഷമുള്ള ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിയശ്ഹദൂ മനാഫിഅ ലഹും. ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ അവർ സാക്ഷികളാകാൻ. വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് നൽകിയ കന്നുകാലികളെ ബലിയറുത്തുകൊണ്ട് അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാനും. فَكُلُوا مِنْهَا وَأَطْعِمُوا الْبَائِسَ الْفَقِيرَ, അങ്ങനെ അവയുടെ പാർശ്വഭാഗങ്ങളിലേക്ക് മറിഞ്ഞു വീണാൽ فَكُلُوا مِنْهَا, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. وَأَطْعِمُوا الْبَائِسَ الْفَقِيرَ, ദരിദ്രനായ പരവശനായ
ആളുകൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ഇവിടെ ഹജ്ജിൻ്റെ ഉപകാരങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ മഹത്വവും അതിൻ്റെ ആത്മാവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അല്പസമയം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമുക്കറിയാം, കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യണം. എന്നാൽ അറഫയുടെ ദിനം നമ്മൾക്ക് ആ ഹജ്ജിൽ പങ്കെടുക്കാൻ കഴിയാത്ത പുറത്തുള്ള ആളുകൾക്ക് ഇസ്ലാം ഒരു നിയമം വെച്ചിരിക്കുന്നത് നോമ്പ് നോൽക്കണം എന്നതാണ്. അതായത് നോമ്പനുഷ്ഠിക്കുന്നതോടുകൂടെ പിന്നെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നതോടുകൂടെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിലെ മഹത്വങ്ങൾ ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിലൂടെ ആ ഹജ്ജിന്റെ ആത്മാവിലേക്ക് ഹജ്ജാജികളല്ലാത്ത ആളുകളെയും അള്ളാഹു ബന്ധിപ്പിക്കുന്ന അത്ഭുതകരമായ കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബാദത്തുകളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യ രൂപത്തിലുള്ള വിഷയമല്ല അതിൻ്റെ മർമ്മം. ആ ചടങ്ങുകൾ എന്നത് കൊണ്ട് പരലോകത്ത് കൂലി കിട്ടുകയുമില്ല. ലക്ഷ്യം മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമസ്കാരമാകട്ടെ, അതിനൊരു ആത്മാവുണ്ട്. നോമ്പാകട്ടെ, അതിനൊരു ആത്മാവുണ്ട്. അതുകൊണ്ടാണ് നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞതും ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഉപേക്ഷിക്കാത്തവൻ നോമ്പനുഷ്ഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതും അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. എങ്കിൽ ഇതേപോലെ തന്നെയാണ് ഹജ്ജിൻ്റെയും കാര്യം. നമുക്കറിയാവുന്നൊരു സംഭവമാണല്ലോ, മരുഭൂമിയിൽ തൻ്റെ പാതേയമായ യാത്രക്കാവശ്യമായ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, ഒട്ടകം നഷ്ടപ്പെട്ട്, കാത്തിരുന്ന് ബേജാറായി പ്രയാസപ്പെട്ട് വിശാലമായ മരുഭൂമിയിൽ അങ്ങനെ അദ്ദേഹം ഉറക്ക് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ രണ്ടാമത് ഒട്ടകത്തെ കാണുമ്പോൾ അയാൾ സന്തോഷം കൊണ്ട് പറഞ്ഞു പോകുന്ന കാര്യം നമുക്കറിയാമല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാചകം? അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക എന്നായിരുന്നു. നീയാണ് എൻ്റെ അടിമ, ഞാൻ നിന്റെ റബ്ബുമെന്ന് തിരിച്ചാണ് പറയേണ്ടത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചു എന്നാണ് ഹദീസിലുള്ളത്. താല്പര്യം എന്താ? മനസ്സിന്റെ തേട്ടം, അതാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനം. ഇത് തന്നെയാണ് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളവും മറ്റ് ഇബാദത്തുകളെ സംബന്ധിച്ചിടത്തോളവും ഉള്ളത്. അതുകൊണ്ട് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുടെ അടിസ്ഥാനപരമായ വശമായ അതില്ലെങ്കിൽ അത്തരം ഹുർമാത്തുകൾ, പവിത്രമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു കാര്യവുമില്ല എന്നർത്ഥത്തിലാണ്. എന്നാൽ ചില ആളുകൾ ഭൗതികതക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോൾ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. യമനിൽ നിന്നൊരു സംഘം ഹജ്ജിന് വന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം എടുത്തിട്ടില്ല? അവർ ജനങ്ങളുടെ അടുക്കൽ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യം കൊണ്ടോ? അപ്പോഴാണ് അവർ മറുപടി പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, നഹ്നു ളുയൂഫുർ റഹ്മാൻ, ഞങ്ങൾ അള്ളാഹുവിന്റെ അതിഥികളാണ്, അതുകൊണ്ട് റബ്ബ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുമെന്ന്. പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഘട്ടത്തിൽ അവരെ ആയത്തോതി കേൾപ്പിച്ചു, തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, നിങ്ങൾ ഭക്ഷണം കൊണ്ടുവരണം, ആവശ്യമായ ഭക്ഷണം കഴിക്കണം, കൊണ്ടുവരികയും ചെയ്യണം, ജനങ്ങളെ ആശ്രയിക്കാൻ പാടില്ല. ഇന്നും ഈ ചിന്താധികാരുണ്ട്. അള്ളാഹ് നോക്കുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു മനുഷ്യനെ സംസാരിച്ചപ്പോ അയാൾ താടിയും കലപ്പാവുള്ള ആളാണ്. അയാള് ദീനിന്റെ അങ്ങേയറ്റത്തെ കടുകട്ടിയായ മനുഷ്യനാണ്. ജോലിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ ജോലിയുടെ ആവശ്യമില്ല, അള്ളാഹ് തരുമെന്നാണ്. ആര് പറഞ്ഞു? എവിടുന്ന് കിട്ടി? അപ്പൊ പറഞ്ഞു വന്നത് ഇസ്ലാം അതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ്.
ആ ഒരു വാദം തെറ്റാണ്. ആ ചിന്താഗതി. ഒട്ടകത്തെ കെട്ടിയിടാതെ തവക്കുലാക്കരുത് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയിട്ടിട്ട് തവക്കുലാക്കണമെന്നാ പറഞ്ഞ. അത്രമാത്രം സൂക്ഷ്മത പാലിക്കണമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വശം, ആവശ്യത്തിന് ഭക്ഷണം എന്നത് ഇസ്ലാം മറന്നുപോയിട്ടില്ല. ഖുർആൻ തന്നെ അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചില വസ്തുതകളിലേക്ക് പരിശോധിച്ചാൽ, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരാൾ തുന്നാത്ത അല്ലെങ്കിൽ തുന്നില്ലാത്ത വസ്ത്രം 2 എണ്ണം മാത്രം ഉപയോഗിക്കുന്നു. അത് മാത്രം വളരെ ലാളിത്യത്തിന്റെ ലോകത്തേക്ക് അയാൾ പോവുകയാണ്. ഇനി അദ്ദേഹം എത്താൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ യാത്രയുടെ അന്ത്യയാത്രയിൽ 2 കഷ്ണം തുണിയിലാണ് അയാൾ അവസാനിക്കുന്നത്. അയാൾക്ക് അവകാശപ്പെട്ടത് കേവലം 2 കഷ്ണം തുണി. ചിന്തിച്ചു നോക്ക്, ഞാനും നിങ്ങളും ഒക്കെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റൈലിന്റെ മുമ്പിലൂടെ നമ്മൾ നടന്നു പോകുന്നു. അവിടെയുള്ള വെള്ള വസ്ത്രം, ഇതാ നിമിഷങ്ങൾക്കകം നിന്നെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്, നിനക്ക് പൊതിയാൻ വേണ്ടി ഞാൻ ഇവിടെ സന്നദ്ധമായി നിൽക്കുന്നുവെന്ന് ഹൈ സ്പീഡിൽ ബൈക്ക് ഓടിച്ചു പോകുന്ന, കാർ ഓടിച്ചു പോകുന്ന മനുഷ്യനോട് വ്യംഗ്യമായി പറയുന്നില്ലേ? ആ 2 കഷ്ണം തുണിയാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ മനാഫി എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഹജ്ജിന്റെ ആത്മാവിന്റെ വശമില്ലേ? പരിശോധിക്കുക. അതുപോലെ തന്നെ ഈ മടക്കത്തിലേക്ക് നമ്മൾക്ക് വിളിയാളത്തിന് ഉത്തരമായി നമ്മൾ പോവുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. റബ്ബ് അവന്റെ വിളിയാളം നടത്തി, നമ്മൾ ഉത്തരം നൽകുന്നു. ഇതേപോലെയുള്ള ഉത്തരം നൽകാൻ 2 കഷ്ണം തുണിയുമായി തിരിച്ചു പോകുമ്പോൾ നമുക്ക് വിളിയാളം വരും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. സായുജ്യമടങ്ങിയ ആത്മാവേ, സംതൃപ്തി അടഞ്ഞ ആത്മാവേ, നീ നിന്റെ രക്ഷിതാവിന്റെ സവിധത്തിലേക്ക് ഒരുങ്ങിക്കൊള്ളുക, മടങ്ങിക്കൊള്ളുക. ഈ ഒരു സംതൃപ്തി കിട്ടാൻ നമ്മളോട് ഒരുങ്ങാൻ വേണ്ടിയാണ് 2 വശം അവിടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ലാളിത്യമായ വസ്ത്രം, മറ്റൊരു തഖ്വയാണ് ഈ യാത്രക്ക് അവസാനമായി കൊണ്ടുപോകേണ്ടത് എന്ന്. നിങ്ങൾ നോക്ക്, ലഗേജില് അവസാനമായിട്ട് ഉണ്ടാകേണ്ടത് എന്താ എന്ന് ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങൾ എന്നെ സൂക്ഷിക്കണേ, അതാണ് മടക്കയാത്രയിൽ നിങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ടാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം തഖ്വ എന്നുള്ള പദം സൂറത്തുൽ ഹശ്റിലെ നാളേക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞെടുത്ത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഖബർസ്ഥാനിലേക്ക് നോക്കി. അദ്ദേഹം ഇത്തിരി നേരം അവിടെ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കറിയാം, യാ അഹ്ലൽ ഖുബൂർ, പ്രതീകാത്മകമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഖബറിലുള്ള മനുഷ്യരെ, മാ അഹ്വാലുക്കും, നിങ്ങളെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞുപോയി, നിങ്ങൾ കുറെ സമ്പത്ത് ഇവിടെ ബാക്കിയാക്കി, കോടീശ്വരന്മാരായിരുന്നു, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ പിരിഞ്ഞുപോയി 4ാമത്തെ ദിവസമായപ്പോഴേക്ക് അത് അനന്തരാവകാശികൾ കൈക്കലാക്കി. അത് അവരുടെ സമ്പത്തായി മാറി. നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവർ വിവാഹം ചെയ്തു. അതും കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, മനുഷ്യരെ, ആ ഖബറാളികളെങ്ങാനും സംസാരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പറയാനുള്ളത് തഖ്വയായിരുന്നു ഞങ്ങൾ, അതും കൊണ്ടാണ് ഞങ്ങൾ വന്നിരുന്നതെങ്കിൽ എന്നതാണ് അവർക്ക് പറയാനുണ്ടാവുക എന്ന്. അപ്പൊ ഹജ്ജിന് പോകുമ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ യാത്രക്ക് വേണ്ടി ഒരുക്കുകയാണല്ല, കടം പൂർണ്ണമായി വീട്ടുന്നു. ആളുകളെ കണ്ട് പറയണം, ഞാൻ നിന്നെ നാവ് കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ
നിന്നോട് ഏതെങ്കിലും നിലക്ക് ഞാൻ സംസാരത്തിൽ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അന്ന് ഞാൻ സംസാരിച്ചപ്പോൾ വേദന ഉണ്ടാക്കിയില്ലേ, ദയവ് ചെയ്ത് എനിക്ക് പുറത്തു തരണം. നീയും ഞാനും ഇന്ന ഇടപാടില്ലായിരുന്നോ, അത് പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ, അന്ന് ഇത്തിരി കാശ് ബാക്കിയില്ലായിരുന്നോ, കടങ്ങളൊക്കെ പരിശോധിച്ച് ആളുകളുമായി സംസാരിച്ച് എല്ലാം ഭദ്രമാക്കി ക്ലീനാക്കി യാതൊരു തരത്തിലുള്ള പോരായ്മയുമില്ലാതെ എല്ലാ ഹാജിയും ശുദ്ധനായി ആ വിളിക്കുത്തരം നൽകി യാത്ര തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ മറ്റു ചില തലങ്ങളുണ്ട്. രാജാവ് ധരിക്കണം, അത് പ്രസിഡന്റ് ധരിക്കണം, അതേ രണ്ട് വെള്ളത്തുണി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റമില്ല. ഞാൻ ധരിക്കേ എന്ന നിലക്കുള്ള വാശിയോ അത് ധരിക്കുകയില്ല എന്ന പ്രശ്നമോ പാടില്ല. കൃത്യമായും ആ നിയമം പാലിച്ചിരിക്കണം. വസ്ത്രത്തിൽ അയാൾ ആരായിരുന്നു? രാജാവായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു, അത്യുന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളായിരുന്നു. അയാളെ കണ്ടാൽ തന്നെ അറിയാം ആലിട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ, കാശിന്റെ, മഹത്വത്തിന്റെ എല്ലാ നിദാനവും. പക്ഷേ ഇപ്പം ധരിച്ചിരിക്കുന്നതോ ആ രണ്ട് വസ്ത്രമാണ്. അത് മാറ്റമില്ല, എല്ലാവരും ധരിക്കുന്നു. ധരിച്ചതോടുകൂടെ അയാൾക്ക് ബോധ്യപ്പെട്ടു, എന്നെ മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കും. ഈ രണ്ട് തുണിയിൽ എനിക്കവിടെ ഒരു പ്രാധാന്യവുമില്ല. ഞാൻ ഇന്നലെ വരെ ധരിച്ച എന്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന പാൻസോ അല്ലെങ്കിൽ വസ്ത്രമോ അല്ലെങ്കിൽ ആ തരക്ക് ആളുകളെ ആകർഷിപ്പിക്കുന്ന വിധത്തിലുള്ള ധൂർത്തിന്റെ ഉടയാടകളോ ഒരിക്കലും എനിക്ക് ധരിക്കാൻ കഴിയില്ല. ഞാൻ ഈ രണ്ട് വസ്ത്രവുമായിട്ട് എന്റെ കബറിലേക്ക് പോകേണ്ടി വരും. അവിടെ ആ 6 അടി മണ്ണിലേക്ക് തിരിച്ചു പോകുമ്പോ എനിക്ക് ബാക്കിയുള്ളത് ഈ രണ്ട് വസ്ത്രം മാത്രമാണ്. ജീവിതത്തിന്റെ പ്രൗഢിയൊക്കെ അവിടെ തകരുകയാണ്. അയാള് ഇന്ന ആളാണ്, അയാളാണ് ഇരിക്കുന്നത് എന്ന് ഒരു കാരണവശാലും വസ്ത്രം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ സൗദി ഗവൺമെന്റ് അവിടെയുള്ള ആളുകളുടെ ബാഹുല്യം കൊണ്ട് അവനവന്റെ വാഹനത്തിൽ പോകാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ലാത്ത വിധത്തിൽ കാൽനടയായിക്കൊണ്ട് ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ വെള്ളവസ്ത്രവും ധരിച്ചുകൊണ്ട് മാത്രമാണല്ലോ ആണുങ്ങളായ ആളുകൾ മുഴുവൻ ആ മേഖലയിലേക്ക് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ സമുദ്രം, ആ സമുദ്രത്തിലെ ചെറിയ ഒരു മീൻ മാത്രം. നേരത്തെ അയാള് ഒരു ചെറിയ കുളത്തിലെ വലിയ ഒരാളായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ അയാളുടെ എല്ലാം തകർന്നു, തീർന്നു. അയാൾ ശുദ്ധനാവുകയാണ്. മനസ്സ് ശുദ്ധമാക്കണം. ആ ശുദ്ധതയുടെ കൃത്യമായ പര്യായമാണ് വസ്ത്രത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് അയാളുടെ ഹൃദയം ശുദ്ധമായി. ആ ശുദ്ധമാക്കൽ ഒരു തെറ്റ് ചെയ്യുമ്പോ കറുത്ത പുള്ളി വീഴുന്നു. ആ തെറ്റിൽ നിന്ന് മുക്തമായി, ഓരോ തെറ്റിൽ നിന്ന് മുക്തമായി ശുദ്ധ തൂവള്ള ഹൃദയവുമായി ലാളിത്യത്തിന്റെ വസ്ത്രവുമായി ആ അറഫയിലും മിനയിലുമൊക്കെ സമ്മേളിക്കുന്ന അത്ഭുതകരമായ കാര്യം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലിബാസുത് തഖ്വ ദാലിക ഖൈർ. തഖ്വയാകുന്ന വസ്ത്രം അതാണ് ഏറ്റവും ഉത്തമമായത്. സുഗന്ധം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ അതിലെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് പോയത്. എങ്ങനെ മനസ്സിലായത്? ലക്ഷങ്ങൾ വിലമതിക്കുന്ന സുഗന്ധം കൊണ്ട് അയാളെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ സുഗന്ധം പാടില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാം എത്രമാത്രം സമത്വത്തിന്റെ ലാളിത്യത്തിന്റെ ലോകത്തേക്കാണ് ആ മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുപോകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ജബല സിറിയൻ ഗോത്രങ്ങൾക്കേറ്റ പരാജയം ഉമർ ഇബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിൽ അതിവിസ്തൃതമായ വിശാലമായ ഇസ്ലാമിക ആഴത്ത് നടന്ന് പലരും ഇസ്ലാമിലേക്ക് സംഘങ്ങളായി കടന്നു വന്ന് ആ വിധത്തിൽ ഒരു നാട്ടുപ്രമാണിയായ ജബലയും ഹജ്ജിന് വന്നിരുന്നു. പരിവാരങ്ങളും അദ്ദേഹവും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ തട്ടത്തിൽ ഏതോ ഗ്രാമീണരായ ഒരു അറബി ചവിട്ടിയത്. ഇത് സഹിക്കാൻ കഴിയാതെ നാട്ടുപ്രമാണിയായ ജബല അദ്ദേഹത്തിന്റെ കരണക്കുറ്റിക്ക് അടിച്ചു.
രക്തമൊലിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രംഗം മുമ്പിൽ അദ്ദേഹം വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഖലീഫയോട് പരാതി പറഞ്ഞു. ഖലീഫ ജബലയെ വിളിച്ചു വരുത്തി. ജബല, താങ്കളാണോ ഇത് ചെയ്തത്? അതെ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അയാൾ എന്റെ തട്ടത്തിൽ ചവിട്ടി. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഒന്നുകിൽ മാപ്പ് പറയുക, ആ ഗ്രാമീണനായ അറബിയോട് മാപ്പ് പറയുക, അല്ലെങ്കിൽ പ്രതികാരം, പ്രതിക്രിയ, ശിക്ഷക്ക് ബദൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാവുക. ജബലയുടെ മറുപടി, ഖലീഫ, ഞാനൊരു നാട്ടുപ്രമാണിയാണ്. ഒരു തെരുവ് ദണ്ഡിക്ക് വേണ്ടിയാണോ അങ്ങനോട് സംസാരിക്കുന്നത്? ഇത് കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ മുമ്പിൽ ഈ മനുഷ്യരൊക്കെ തുല്യരാണ്. ഞാനും തുല്യനാണ്, നീയും തുല്യനാണ്, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തുല്യരാണ്. പ്രത്യേകിച്ച് ഹജ്ജിന്റെ വേളയിൽ താങ്കൾ ചെയ്തത് ഈ സമത്വഭാവനക്ക് അതിരൂക്ഷമായ അപകടം വരുത്തുന്ന അതിഭീതിതമായ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് പ്രതിക്രിയക്കൊരുങ്ങുക, അല്ലെങ്കിൽ മാപ്പപേക്ഷിക്കുക എന്ന്. അദ്ദേഹം അന്ന് രാത്രി തന്നെ നാട് വിട്ടുപോയി എന്ന ചരിത്രത്തിൽ കാണുന്നത്. കാരണം മുസ്ലിമായ ഇസ്ലാം ക്രിസ്ത്യാനിയായി അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി എന്ന്. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ സമത്വം മനുഷ്യ മനസ്സിൽ അങ്കുരിപ്പിക്കുക. അയാളുടെ മനസ്സിൽ അതില്ലായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൃത്യമായും ഹജ്ജിന്റെ ഉദ്ദേശം അവിടെ നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. തവാഫാണോ? 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകലമാന ജീവജാലങ്ങളോടും മനുഷ്യൻ ആ താളലയത്തിനനുസരിച്ച് തവാഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 ദിവസമാണ് ആഴ്ചയിൽ, 7 ആകാശങ്ങളാണ്, 7 ഭൂമിയാണ് തുടങ്ങിയിട്ടുള്ള 7ന്റെ പര്യായ പദങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ താളലയങ്ങൾക്കനുസരിച്ച് തവാഫ് ചെയ്യുന്ന അത്ഭുതകരമായ ഒരു വിശേഷണം ഈ ഹജ്ജിന് തവാഫിന്റെ വിഷയത്തിൽ നമുക്ക് കാണാം. അതിന് മറ്റ് ഒരുപാട് തലങ്ങൾ വേറെയുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. മറ്റൊന്ന്, അതുകൊണ്ടാണ് വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, അല്ലാഹുക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ഭൂമിയിലുള്ളതെല്ലാം എല്ലാവരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, മുടി കളയുന്നു. മുടി എന്താണ്? മുടിയുടെ പ്രത്യേകത, ചിലർക്ക് കിരീടമാണ് മുടി. അതുകൊണ്ട് സർക്കസ് കളിക്കുന്നവരുണ്ട്. അത് വളരെ വൃത്തികെട്ട രൂപത്തിൽ, കണ്ടാൽ അറക്കുന്ന രൂപത്തിൽ അതിന് ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. ചില മോഡലുകളായി പ്രത്യക്ഷപ്പെട്ട് ആണും പെണ്ണും അവരുടെ മുടി കൊണ്ട് കളിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ ഇത്തിരിയൊക്കെ പ്രൗഢിയുടെ, അഹങ്കാരത്തിന്റെ, അതുപോലെ തന്നെ ഞാൻ എന്ന ഭാവത്തിന്റെ ഭാഗമായി മുടി ഉപയോഗപ്പെടുത്താറില്ലേ? എങ്കിൽ മുഴുവൻ മനുഷ്യരോടും, ഹജ്ജിന് വരുന്ന മുഴുവൻ മനുഷ്യരോടും നിർദ്ദേശം, മുടി കളയണം, മുടി കളയണം. എന്നിട്ട് പോലും ഈ മുടിയൊന്ന് കളയാൻ മടിക്കുന്ന ആളുകൾ എന്തിനാണ് ഹജ്ജിന് പോകുന്നത്, എന്തിനാണ് ഉംറക്ക് പോകുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. അല്ലാഹുമ്മ റഹ്മിൽ മുഹല്ലഖീൻ എന്ന് 3 പ്രാവശ്യം റസൂലുള്ളാഹി പ്രാർത്ഥിച്ചില്ലേ? മുണ്ടനം ചെയ്തവർക്ക് പടച്ചവനെ കരുണ ചൊരിയണേ. അവിടെ എത്തിയിട്ട് മുടി വെട്ടുകയാണ്. ഒന്ന് വിടുന്ന്, ഒന്ന് മുന്നിന്ന്, 2 അപ്പുറത്തുനിന്ന്. മുടി വെട്ടിയോ? വെട്ടി. ആരെ ബോധിപ്പിക്കാനാണിത്? എന്ത് ആത്മാവാണ് ഇത്തരം ആളുകൾക്ക് ഹജ്ജിനും ഉംറക്കും ഒക്കെ ഉള്ളത്? ചിന്തിച്ചു നോക്ക്. സഹാബത്ത് അവരുടെ തലകളായിരുന്നു ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചു തരുന്നെങ്കിൽ ഒരു മുടി പോലും സമർപ്പിക്കാൻ, ഒരു മുടിമൊട്ടി അടിക്കുക എന്ന സുന്നത്ത് പോലും എടുക്കാൻ വയ്യാത്ത ഇവരാണ് ഇസ്ലാമിന്റെ ആൾക്കാർ. എവിടെ എത്തി? പറഞ്ഞു വന്നത് ഇങ്ങനെ എല്ലാവരും തുല്യരാകുന്ന, പ്രൗഢിക്ക് അന്ത്യം കുറിക്കുന്ന വിധത്തിലുള്ള സമാനമായ സമത്വമാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഹജ്ജിലൂടെ എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ അത് സൂചിപ്പിക്കുന്നത്. എല്ലാരും സ്വർഗത്ത് പോകാൻ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ തന്നെയും നമ്മളുടെ സമ്പത്ത് തന്നെയും മുഅ്മിനുകളുടെ അല്ലാഹ് വിലക്കെടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ സന്നദ്ധമാകണം. ആ മനസ്സാണ് പടച്ചതമ്പുരാന് വേണ്ടത്. മഹ്ശറ
അല്ലേ? അറഫ എന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാട് കേട്ടതല്ലേ? അറഫ ഒരു മഹശറയാണ്. അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്, യാതൊരു സംശയവും കാര്യത്തിലില്ല. കാരണം ആരാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. അവനവൻ ഏതോ തണലിലേക്ക് മാറി നിന്ന് അതിശക്തമായ വെയിലത്ത് വിയർത്തൊലിച്ച് അള്ളാഹുവിനോട് നെഞ്ചുപൊട്ടി ഗദ്ഗദത്തിന്റെ മനസ്സിലൂടെ അള്ളാഹു മുമ്പിൽ കണ്ണീർ കണങ്ങളിറ്റി ആരുമറിയാതെ തമ്പുരാനെ ഞാൻ ഇന്ന ഭാഗങ്ങളിൽ ഇന്നതൊക്കെ ചെയ്തു പോയിട്ടുണ്ട് നാഥ എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹ്ശറിൽ വെച്ച് അവനവന്റെ കാര്യവുമായി മാറി മാറി നിൽക്കുകയാണ്. വെള്ളം അവിടെ പ്രശ്നമല്ല, ഭക്ഷണം അവിടെ പ്രശ്നമല്ല. ആ രാവിലെ മുതൽ ആരംഭിക്കുന്ന ആ പ്രാർത്ഥന വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുകയാണ്. മറ്റൊന്നും വിഷയമല്ല. എങ്കിൽ കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ. ആ മഹ്ശറയിലുള്ള അവസ്ഥ അല്ലാഹു പറയുന്നു, ഓരോരുത്തരും അവനവൻ ചെയ്ത കാര്യത്തിൽ പണയപ്പെടുന്ന ദിവസം. ഇതുപോലെ ആ മഹ്ശറയെ ഓർമ്മപ്പെടുത്തുന്ന വല്ലാത്തൊരു അത്ഭുതം പിടിച്ച ദിവസമാണ് അറഫ. അതിന്റെ മറ്റു കാര്യങ്ങൾ ഒരുപാടുണ്ട്. പറഞ്ഞു വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന നിലയിൽ മനുഷ്യൻ അവിടെ കൈകോർക്കുകയാണ്. വസ്ത്രമൊന്നാണ്, വേഷമൊന്നാണ്, ചിന്താഗതി ഒന്നാണ്. പാപം പൊറുപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അഹങ്കാരം മനസ്സെന്ന് ഒഴിവാക്കേണ്ടി വരും. പക നേരത്തെ തന്നെ ഒഴിവാക്കേണ്ടി വരും. വിദ്വേഷമില്ല, ദേഷ്യമില്ല. ആ നിലക്ക് കറകളഞ്ഞ മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് ആ ഹജ്ജിൽ തീർച്ചയായും നമ്മൾ ഒരുമിച്ച് കൂടുന്നു. അത് ആ അറഫയിൽ ഒരുമിച്ച് കൂടുന്നു. അറഫ എന്നത് ഹജ്ജിന്റെ ക്ലൈമാക്സ് ആണ്, നമുക്കറിയാം. എന്നാൽ പരസഹായത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഒരാള് പ്രയാസപ്പെടുന്നുവെങ്കിൽ അയാൾ നമ്മൾ വിടില്ല. അയാൾക്ക് വേണ്ടി വെള്ളം നമ്മൾ കൊടുത്തിരിക്കും, അയാൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കും, അല്ലെങ്കിൽ അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തിരിക്കും. അയാൾക്ക് വേണ്ടി നമ്മളുടെ കയ്യിലുള്ള ഭക്ഷണപ്പൊതി എന്താണോ നമ്മളുടെ കൈകളിലുള്ളത് അത് കൊടുക്കുന്നതിനൊരു മടിയുമില്ല. ഭാഷ അറിയോ? അറിയില്ല. ആളറിയോ? അറിയില്ല. കറുത്തവനില്ലേ, വെളുത്തവനില്ലേ, ആളെ നോട്ടമില്ല. എന്തേ ഖുർആൻ പറഞ്ഞത്? അൻസാറുകളുടെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞാതാ, സ്വന്തം കാര്യത്തെക്കാൾ മറ്റൊരാളുടെ കാര്യത്തിന് പ്രാധാന്യം നൽകുന്ന മനസ്സിന്റെ ഉടമകളാക്കുക. അതിന്റെ ആത്മാവ് വല്ലാത്തൊരു സംഭവം തന്നെ അല്ലെ? മുഅ്മിനുകൾ പരസ്പരം എല്ലാ നിലക്കും സഹകരിക്കണം. റുഹമാഉ ബൈനഹും. അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കി തരാ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വശങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആത്മതലങ്ങളിലേക്ക്, ആത്മാവിലേക്ക്, സത്തയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് സഹോദരങ്ങളെ. വല്ലാത്തൊരു അത്ഭുതം പിടിച്ച ഒരു ഇബാദത്ത് തന്നെയാണ് ഹജ്ജ് എന്നത്. അതാണ് മുബാറക്കൻ ഹുദൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച. ആ ഹുദ മനുഷ്യനെ എല്ലാ തലങ്ങളിലും സന്മാർഗനിഷ്ഠയുള്ളവനാക്കുമെന്ന്. സഹോദരങ്ങളെ, നമ്മളിൽ പലരും ഹജ്ജ് ചെയ്തവരാണ്, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം എല്ലാ കാര്യങ്ങളും പോയവർക്ക് അതിന്റെ പ്രതിഫലവും, പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി. اللهم صل على محمد وعلى ال محمد ايها الناس اوصيكم ثانيا واياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഹജ്ജിന് പോകുമ്പോൾ യാത്ര പോകുന്ന ആൾക്കൊരു പ്രാർത്ഥന, ഹജ്ജായാലും ഉംറയായാലും മറ്റ് ദീർഘ യാത്രകളൊക്കെ അതെന്താ? അത് ഹജ്ജ് പോകുന്നവർക്ക് അറിയില്ല, ഉംറക്ക് പോകുന്നവർക്ക് അറിയില്ല, അല്ലാത്തവർക്കും അറിയില്ല. അതാണ് പോകുന്ന ആളുകൾ പഠിക്കേണ്ട പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥന. അസ്തൗദിഉല്ലാഹ അമാനതക ദീനക വ അമാനതക വ ഇർളക വ ഖവാതിമ അമലിക. ഇതാണ് തിരിച്ച് ഹജ്ജിന് പോകുമ്പോൾ, യാത്ര പോകുമ്പം ഈ പറഞ്ഞ ആളോട് മറുപടി പറയണം. യാത്ര പോകുന്ന ആൾ അറിയോ? പഠിക്കണല്ലെങ്കിൽ അസ്തൗദിഉകുമുല്ലാഹ അല്ലദീ ലാ തളീഉ വദാഇഹു.
ഇങ്ങനെയുള്ള മര്യാദ. എന്നാൽ ഇതൊന്നും പഠിക്കാതെ നാട്ടിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ കല്യാണം നടത്തുന്ന ഏർപ്പാടില്ല. എന്ത് കല്യാണം? ഹജ്ജ് കല്യാണം. എത്ര ആളാണുള്ളത്? 1000 ആൾ. എന്നെ ഒരാൾ ക്ഷണിച്ചു, ഇന്ന ദിവസങ്ങൾ പറഞ്ഞ ഹജ്ജിന് എത്ര ആൾ പങ്കെടുക്കുന്നുണ്ട്? 1000 ആൾ പങ്കെടുക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹജ്ജ് കല്യാണം വിദഗ്ധക്കാണ്, പാടില്ലാത്തതാണ്. ഏതെങ്കിലും വീട്ടുകാർ കുടുംബക്കാർ ഒത്തുചേർന്ന് ആ അവസരത്തിൽ പിന്നെ ഹജ്ജിന്റെ ക്ലാസ് എടുക്കേ അതുപോലുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അത് ഒരാചാരമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അത് ആളുകൾ വിളിച്ചു കൂട്ടുക. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ഒരു ഹജ്ജ് കല്യാണത്തിന് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു വരില്ല. എന്താ കാരണം? ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. അതും ആരാ? നമ്മളിൽപ്പെട്ട സെലഫുകൾ എന്നറിയപ്പെടുന്നവരിലെ ചിലർക്ക് ആ നിലക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും കുറ്റവും തെറ്റുമായ കാര്യങ്ങളിൽ സഹകരിക്കരുത്. ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കുക. വീട്ടിലെ കുടുംബത്തിലെ മക്കളോ മക്കളുടെ മക്കളോ മരുമക്കളോ വന്ന് ഒരു യാത്രയപ്പ് നൽകുന്നതിനെ പറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതൊരു ഏർപ്പാടാക്കി മാറ്റുന്ന സാഹചര്യം, ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന സാഹചര്യം, അവനവന്റെ പ്രൗഢിയും കഴിവും കാണിക്കുന്ന സാഹചര്യം അതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുന്നു, ചെയ്യുന്ന ഈ ഏർപ്പാടിനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കേണ്ടത് ഉദ്ഹിയ്യത്തിന്റെ കാര്യമാണ്. സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ഓരോഹരിയിലെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അതിന് സഹകരിക്കുകയും ചെയ്യണം. നമ്മൾ കേട്ട ഹദീസാണ്, മങ്കാന ലഹു സഅത്തുൻ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. കഴിവുണ്ടായിട്ട് അത് അറുക്കാത്തവൻ നമ്മുടെ നമസ്കാരക്കൊള്ള അടുക്കണ്ട എന്ന്. അപ്പം അതിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ അതിന് ഓടിച്ചാടി നടക്കുന്ന ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം, വളരെ സന്തോഷം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിലേക്ക് ആളെ ചേർക്കുക, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി നമുക്ക് ആവശ്യമായ ഒരുക്കളെ കൊണ്ടുവരിക, ഇതുപോലുള്ള കാര്യങ്ങൾ അതിൽ വ്യാപൃതരാകുന്നവരുണ്ട്. അവരുമായി സഹകരിക്കുകയും നമ്മളുടെ ഷെയർ നമ്മൾ ഉറപ്പാക്കുകയും ചെയ്യുക. ഇതൊക്കെ ഹജ്ജിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പെട്ടതുമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന നല്ലവരിൽ ഉൾപ്പെടാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട്. കാരുണ്യവാനായ റബ്ബ് അത്തരം എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെയും നമ്മയും എല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. മക്കളുടെ കല്യാണം, അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റ് വിഷയങ്ങൾ, അതുപോലെ സാമ്പത്തികമായ വിശാലത ലഭിക്കാൻ ആവശ്യമായ ബിസിനസ് പോലുള്ള കാര്യങ്ങളിൽ, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് നല്ല ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് പൂർത്തീകരിച്ച് തന്നുകൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സകല രോഗങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.